ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ ഇവൻ്റോട്ടാണ് കളിക്കണേ. കുറേ പേർക്ക് അറിയാം. നമുക്ക് റോബോക്സ് ഒക്കെ കിട്ടിയായിരുന്നു. ഓക്കെ, ഇതൊരു ബണ്ണി മാൻ പറഞ്ഞൊരു സീക്രറ്റും ഒരിന്തും ബ്രെയിൻ റോട്ടുമാണ്. പിന്നെ നമുക്കൊരു ഫെസ്റ്റീവ് ലക്കി ബ്ലോക്ക് 25 ദിവസം കളിച്ചതിന് കിട്ടിയിട്ടോ. നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാൻ പോടെ. അപ്പോൾ 3, 2, 1 ഓപ്പൺ. നല്ല വന്നാൽ മതിയായിരുന്നു. അയ്യേ, ഒരു ബ്രെയിൻ റോഡ് കോഡാട്ടോ ഗൈസ് വന്ന്. സാരില്ല, ഇപ്പം കയ്യിലാകെ നിരവധി ഒരു സീക്രറ്റേ കാണുള്ളൂ. നമുക്കിപ്പോൾ പിന്നത് എൻ്റെ പൊന്നെ 15-ന് ഇത് കിട്ടുമോ? ഓ, നല്ല സോൾഡ് ഔട്ടല്ല. ഈ അവധിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, എക്സാം ഒക്കെ അതുകൊണ്ട് കളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ അവധിയാണല്ലോ, കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലെജൻഡറി സാധനങ്ങളെടുത്ത് ഫ്യൂസിൽ കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ ബാലേറിന കാപ്പുച്ചീനോ വന്നിട്ടുണ്ട്. ലെജൻഡറി ആണോ അല്ലെങ്കിൽ എപ്പിക്കായാലും കുഴപ്പമില്ല. ഞാൻ ഈ എന്തിനും എടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പീഡിൽ പോവാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി കേപ്പ് വെച്ച് സ്പീഡിൽ പോകാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാലറിനെ ഗ്രാബ് അടിച്ചിട്ടുണ്ട്. ഇനി ഫ്യൂസിൽ കൊണ്ടുപോയിടണം. അടുത്ത എപ്പിക്ക് Cappuccino assassino. അടുത്ത എപ്പിക്ക് Perochello lemonchello. മൊക്കേലോ. ഈ സാധനം അത്രയ്ക്ക് ഫേമസ് അല്ല. ഓക്കെ, യെസ്, നമ്മുടെ നമുക്കെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. പിന്നെ ഇത് കൊട്ടേക്ക് പുലർന്നിരിക്കുന്നു ഗൈസ്. കപ്പുച്ചീനോ അസസീനോനെ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പെറോക്കയിലോ റെമോക്കയിലോ. ഓക്കെ, ഈ ഒരു നാരങ്ങ മുട്ടായ പോലെ അയ്യോ ഇപ്പം കിട്ടാ മതിയാ. അയ്യോ, 3 പ്രോഡക്ട്സ് ഉണ്ട്. നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടി. സുഹൃത്തെ, ഈ ലാസ്റ്റത്തെ ദിവസത്തിലാട്ടോ എനിക്ക് കിട്ടിയ. ഇപ്പോൾ 11 ദിവസമായിട്ടേ ഉള്ളൂ. ഇനിയൊരു 3 ദിവസം കൂടി കഴിയുമ്പോൾ എനിക്ക് ഈ സാധനത്തിന് കിട്ടും. എവിടെ ഞാൻ 3 ലോസ് ഫെസ്റ്റീവ് ലക്കി ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇത് സാൻഡേ ആയിട്ടുള്ളവരാണ്. എൻ്റെ ടോട്ടലിൻ്റെ 29 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ എടുക്കട്ടതാവാൻ. അയ്യോ, ഇവൻ വരണ്ടായിരുന്നു. ഇപ്പോൾ ബോറടിക്കണം. നമ്മുടെ ഇതിൽ മറ്റേ ലക്കൊന്നുമില്ല. ലക്ക് അത്രയ്ക്ക് സുഖമല്ല ഇപ്പോൾ കയ്യിൽ. റെഡീം എന്തെങ്കിലും അടിച്ചു കൊടുക്കാമല്ലോ. ഒരു സ്നേഹം അടിച്ചു കൊടുത്താലും കിട്ടുമോ? ഫെസ്റ്റീവ് 6-7 എന്തൊരു ഇൻവാലിഡ് കോഡാ.
അടിക്കുകയാണ്. നമുക്ക് വേറൊരു എടുക്കാം. എന്നാണ് വരാത്ത ഓക്കെ. നമുക്കിപ്പോൾ കുറച്ച് നേരം മറ്റേ ബോയ്സ് വേഴ്സസ് ഗേൾസ് കളിക്കാം. ബോയ്സ് ഓക്കെ. ആർമറിട്ട് ആർമറിട് ആക്സിഡൻ്റ്. ഓ അവൻ്റെ ഇത് കഴിഞ്ഞാ. ഞാൻ മറ്റേ സ്നൈപ്പർ പ്രോ ആയിരുന്നു. ഇപ്പോൾ ടച്ചിങ് കമ്പ്യൂട്ടറിലായിരുന്നു കേട്ടോ പ്രോയെ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. എന്താ നെറ്റ് പോയാ? ആ കേറ്റ്. കേറ്റ് വണ്ടി വരും. അയ്യോ കിട്ടോളി. അയ്യോ നമ്മുടെ ലൈഫൊക്കെ എവിടെയാ? ഓ എടാ ലൈഫില്ല. ക്യാമറ ഒന്ന് ഇങ്ങോട്ടൊക്കെ വേണ്ട. ലൈഫ് ആകെ ഇത്രേ ഉള്ളൂ. നമുക്കിനി കയറി യുദ്ധം ചെയ്യണ്ടേ? ഓ ഇത് ബെർസ്റ്റ് റൈഫിലാണ്. എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള പൊട്ടകൻ. നമുക്ക് റൈവൽസ് നോക്കാം. റൈവൽസിന് ടച്ചിങ്സ് കിട്ടുന്നുണ്ട്. മൊബൈലിലാണ്, കമ്പ്യൂട്ടറിലൊന്നും കിട്ടണോ. സ്നൈപ്പറിൻ്റെ സ്കിന്നാണ്. പാസ് എന്നാണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അയ്യേ ഗുഡി എനിക്ക് ഇഷ്ടമല്ല. അല്ല കാർന്നും എല്ലാം കിട്ടും. ആ വെട്ട് കണ്ടില്ലേ, പറഞ്ഞില്ലേ. നല്ല കണ്ണിലൊന്നും കാറും കിട്ടില്ല. നമ്മൾ ഉപയോഗിക്കാത്ത കണ്ണിലല്ല കാർന്ന് കിട്ടാൻ പോണം. ഇതെന്ത് കാർമ്മ? ഇത് നല്ലതിതാ. ഒരേണ ഡയഗ്രാം. അയ്യോ ടച്ചിങ്സ് ഒന്നും ചെറിയ ലാഗുണ്ട് കേട്ടോ ഫോണ്. അതാണ് നമുക്ക് ഇപ്പോൾ ടച്ചിങ്സ് കിട്ടണ്ടോന്ന് നോക്കിയേക്കാം. ഓ ഈ ഹാമർ ഒന്നും ഇറങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. വാർസ്റ്റോണിൻ്റെ ഫേവറേറ്റ്. ക്യാമറ നടുക്ക് കയറ്റിയേക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ഡാമേജേലും വന്നോ? ഓ അതുകൊണ്ട് അത്രേ ഉള്ളൂ. അതൊക്കെ മറ്റേ ട്രെൻഡ് അടിക്കാം.
പക്ഷേ ഹെൽത്തി അയ്യേ ഒക്കെ ഒന്നുകൂടി തരണം. ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. അടാ ഗോമ്മല് സെറ്റ് അത് വിളിച്ചു. നമുക്ക് ഒരു എമൗണ്ട് അടിച്ചോണ്ടിരിക്കാം. മണ്ടക്കെടുക്കാം. നമുക്കിത് വെച്ചൊരു ഹെഡ് അടിക്കാം. വോയിഷ് ചമ്മി. നമുക്ക് ടെലിപ്പോർട്ടേഷൻ, ഇതാണ് ഒരു എൻ്റർ പേൾ. ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങേ അറ്റത്ത്? പോയിന്റ് എന്താ പറഞ്ഞു? എന്താ നമുക്കൊന്ന് ഹെഡ് അടിക്കാൻ നോക്കാം. ഒന്നും നോക്കല്ല, ഒറ്റ ഹെഡ് അടിക്കും. പറഞ്ഞില്ലേ? നല്ല ഫിനിഷർ. എനിക്ക് നല്ല വളി വിടുന്ന ഫിനിഷറും കണ്ട. മറ്റേ കാണിച്ചുതരാം. ചാവടെ നീ എന്താണ് ചാവത്ത്? ഓട്ടോ ഷൂട്ട് പോയാ? ചെറിയൊരു പ്രശ്നമില്ല. എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നു. ഇത് നമ്മൾ പതിയെ ഒരു ചാലഞ്ച് വെക്കുകയാണ്. ഇപ്പോൾ ന്യൂബിന് മാത്രമേ പാടുള്ളൂ. ഇവിടെ ഫസ്റ്റ് യെസ്, അത് വെച്ചാൽ പ്രൈമറി. ഓക്കെ, ഇനി സെക്കൻഡറി. വട പതിയെ ചെയ്യാം. വിളിച്ച് ഇനി ഫിസ്റ്റാണ് സീന്. ഫിസ്റ്റിൻ്റെ ഫിനിഷറാണ് സീന്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള ഫിനിഷറുണ്ടാ തുടങ്ങും. അല്ല എന്നെ വന്നേക്കണം എൻ്റെ അടുത്ത്. ഇനി ഇത് റീലോഡ് ആവും, കുറേ നേരം എടുക്കും. സോ ഗ്രനേഡ് പാടില്ല. ട്രാഷ് ക്യാനിൽ കൊണ്ടായാലും ഇട്ടിട്ടുണ്ട്. ഇനിയാണ് അടുത്ത സാധനങ്ങൾ. ബെസ്റ്റ് റൈഫിൾ വരും. അടുത്ത ചീപ്പസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പ്രേ വരും. വീണ്ടും അടുത്തതെന്ന് പറയുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നൈഫ് കൊടുത്തേക്കാം. ഫ്ലാഷ് ബാങ്ക് വളരെ ന്യൂബാണ്. ഗ്രനേഡിനെക്കാട്ടും ന്യൂബ് ഫ്ലാഷ് ബാങ്കാണ്. മൈക്ക് വല്ല കാര്യം ഉണ്ടായോ? അയ്യേ, അത്രേ ഉള്ളൂ. അവിടെ കൊമ്മല്ലേ. ഓക്കെ അതുണ്ടായിരുന്നു. ഇതിന് ഫിനിഷറൊന്നുമില്ല. സ്പ്രേൻ്റെ വാങ്ങാം. അതിനും ഫിനിഷറില്ല. ഇനി അടുത്തത് നമുക്ക് കൊണ്ടേ ചേഞ്ചറിൽ പോകാം. നമുക്ക് എന്താ ഒരു അമ്പ് വെക്കാം. ഡാഗർ വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു ചെയിൻസോ സ്മോക്ക് ഗ്രനേഡ് ഒക്കെ ഡബിൾ ജമ്പ്, ട്രിപ്പിൾ ജമ്പ് ചെയ്യാം. അങ്ങനെയുണ്ട്. നമുക്ക് ഇത് വെച്ച് ചെയിൻസ് വെച്ച് കൊള്ളാം. എളുപ്പമാണ്. അയ്യേ, ഒരു വെട്ടാലും വെട്ടായിരുന്നു. നമുക്ക് അമ്പ് വെച്ചൊരു 2 ഇട്ടിട്ടാം. ഒറ്റ ഹെഡടിക്കാം. നല്ല ഉപയോഗം ഉണ്ടായതാണ്. തീരടോ ചവട. അയ്യോ, ചാവാത്ത സാധനമായിരുന്നു. സോറി. നല്ല കാര്യം ഉണ്ടായോ? ഫിനിഷറും ഇല്ല. ഒന്ന് നോക്കട്ടെ. ഒറ്റ ഹെഡ് കഴിക്കണം. ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഹെഡ് അടിക്കുക. ഒരു ഹെഡ് വരുമ്പോൾ എന്താണ് ഹെഡ് അടിച്ചിട്ട് ഹെഡ് വരാത്ത? അത് ഫിനിഷറായിരുന്നു, മറ്റേ പഴത്തില്ലി. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട് ഒന്നും നോക്കില്ല. അത് പൊട്ടിച്ച്.
ഒന്ന് നോക്കല്ലോ, അവിടെ തന്നെ എയിം ചെയ്യും. ലെറ്റ്സ് ഗോ. നമ്മുടെ സ്മോക്ക് ഗ്രനേഡ് ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഷോട്ട് ഗണ്ണിൻ്റെ പണിയാണ്. ഷോട്ട് ഗണ്ണിൻ്റെ കൂടെ ഷോട്ടി കോമ്പോ. ഇനി എന്താണ്? കൈത്ത് റയോട്ട് ഷീൽഡ്. നാണക്കേടല്ലേ ഇതൊക്കെ. അടുത്ത കൺ. വായോ എണീക്കോ. എന്താ ചാവത്തെ? ചവട. ചാവാതിരിക്കണം. ഇനി എന്താണെന്ന് നിനക്ക് വേണ്ട? കടി വേണോടാ? അയ്യേ അതെന്തായിരുന്നു? ഓക്കെ, എന്തായാലും ഇനി RPG പണിയാണ്. കളി തുടങ്ങി. ഇത് പടക്കളം. ഇനി ഇത് കളി തുടങ്ങി. ഒന്നും നോക്കല്ലേ. ഓ, അവസാനം പൊട്ടിച്ച് ഒന്നും നോക്കല്ലോ. ഇനി ഗോളടിച്ച് അവൻ്റെ അമിട്ട് പൊട്ടി. ചത്തില്ല. രണ്ടും ഇടിഞ്ഞത്തെ. യെസ്. വളരെ മോശകരം. ഇനി നമുക്ക് ഈ സാധനം വെച്ച് ആളുടെ തലയിൽ പൊളിക്കാം. ഒന്നും നോക്കണ്ട. പതി ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ആൾ നൈസായിട്ട് വടിയേക്കോളും. അങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ വേസ്റ്റ് ബിന്നിലേക്ക് ഇങ്ങോട്ട് ഓടിയേക്കാം. ഇനി എന്താണ്? ആസ്ഫാൾട്ട് കഴിഞ്ഞ് ക്രോസ് ബോയിൻ്റെ വരവാണ്. യെസ്, നമ്മൾ ത്രോയിലേക്ക് കടന്നിരിക്കുന്നു. റിവോൾവർ എത്തി. ക്രോസ് ബോ ഇവിടുന്ന് ഓടിയേക്കോ. അയ്യേ അതിനൊന്നും വെടിയേക്കാൻ കൊള്ളത്തില്ല. ഒന്നും നോക്കല്ലോ. ഹെഡ് ഇവിടെ കണ്ടവരെ അല്ലടോ വെടിയേക്കൊന്നും ഇങ്ങോട്ടേ കടവ്. അത് തന്നെ നല്ല കൊമ്മലേ. അവിടെ എന്തോടെ ഞാൻ പറയാതെ തന്നെ ഹെഡ് കയറണേ. അവിടെ ഞാൻ പറയുന്നത് എന്തോടെ ഹെഡ് കയറണേ. ചത്താവേ അല്ലേ. ഇല്ല, റിവോൾവറിൻ്റെ കളി. അയ്യേ, ആളുടെ മേത്ത് തക്കാളി മുട്ട ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലാഗടിച്ചു. നമുക്കൊന്ന് ക്യാമറ ഒന്ന് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ. എന്തേലോട്ടെ. പിന്നെ സ്കൈറ്റിൻ്റെ പണി. വട് എന്നിട്ട് തലയൊന്ന് വെട്ടി കളഞ്ഞിട്ട് എനിക്ക് ഫ്രെഡിന്ന് പറഞ്ഞ നല്ല പിന്നെ അവൻ്റെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. നമ്മൾ ഇവൻ്റെ മണ്ടത്തലയില് ഒന്നും നോക്കില്ല. പിന്നെ എന്താ ചെയ്യണ്ട? ഡയറക്ടർ അവർക്ക് കൊടുക്കോ? എന്താണ്? ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യണം? എന്നോട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അടുത്ത ലെവൽ എന്തെങ്കിലും ചുമ്മാ അങ്ങോട്ട് എടുക്കുവാണ്. എന്ത് ആവണം ആദ്യം കിടക്കണം. ഓക്കെ, എന്നാൽ കുറച്ച് നല്ലതാണ് യൂസ് ചെയ്തേക്കാം.
ഇതൊന്നും കുഴപ്പമാണ്. 7,000 ഇത് നല്ല വേൾഡ് ക്ലാസ് സാധനമാണ്. ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്കില്ല സാധനം. അയ്യോ അങ്ങനെയല്ല. അമ്മ ഇപ്പോഴില്ലേ പ്രൊഡ്യൂസർ ഇല്ലേ, കണ്ട അവരോട് സംസാരിക്കാം. 7,000 ഉള്ളൂ കേട്ടോ. എന്തരാവട്ടെ, നമുക്കിനി ബേബേ 6,000 ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണോ? ഒരമിട്ടും കൂടി പൊട്ടിയാ നീ അമിട്ടാവും. ഇവിടെ വെക്ക്. ബാക്കിയുള്ള 1,000 നമുക്ക് അമിട്ട് പൊട്ടിക്കാം. ആള് എത്തുക. യെസ്, ഇനി നമുക്ക് അടുത്ത അമിട്ട് പൊട്ടിക്കാൻ തുടങ്ങാം. അല്ല സെയിം. അയ്യോ റിവോൾവർ അല്ല. ഇല്ലെങ്കില് യെസ്, നമ്മൾ കിടന്ന്. അയ്യോ നമ്മൾ ഫ്ലെയർ ഗൺ എടുത്തില്ല. എടുക്കുക. 6,000 ഇല്ല, 7,000 ഉള്ളൂ. അപ്പൊ നമ്മള് 100 റുപ്പീസിന് 100 റുപ്പീസ് ഇല്ലെങ്കിൽ പിന്നെ 500 എടുത്ത് കൊടുക്കണേ, 200 ഒക്കെ എടുത്ത് കൊടുക്കണേ. ഗൺബിളിഡ് ഒന്നും നമ്മുടെ അല്ല, അമിട്ട് പൊട്ടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം പറയട്ടെ, ഇനി നമ്മുടെ ഫ്ലെയർ ഗണ്ണിന്റെ പണി. പ്രൊഡ്യൂസർ ഇല്ലേ, മച്ചാൻ പോയി. അയ്യോ ഞാൻ വേറെ സാധനത്തിലിട്ടാ ഇവിടെ വെച്ചേ. നമുക്കൊന്നും നോക്കണ്ട. നമുക്ക് ഒറ്റ വെട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് വെട്ടിയുണ്ടല്ലോ. നമ്മളൊക്കെ അങ്ങോട്ട് തീരും. ഇനി നമ്മൾക്കത് എല്ലാം കഴിയും. ഇനി നമ്മുടെ സ്നൈപ്പർ കളിയാണ് ഗൈസ്. സോ ഇതിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അടുത്തെന്ത് എന്നോടാണ് കളി തുടങ്ങുന്നല്ലോ. ഇങ്ങോട്ട് നോക്കണം. ആരോടാണ്? മുല്ലയ്ക്കും ശങ്കടിൻ്റെ കൂട്ടയാണോട്ട കളി. ശരിയാണ് വേട്ട. ഇങ്ങോട്ട് നീ ഇങ്ങനെ അങ്ങ് നോക്കണ്ട. നീ ഇങ്ങനെ അങ്ങ് ചെത്തട. ഇങ്ങനെ അങ്ങ് ചെത്തല്ല. നല്ല സുഖമാണ്. അയ്യോ ഈ സാധനം വേറെ ആരാ? അയ്യേ അതായാലും ബെസ്റ്റ്. ഇങ്ങനെ ഇവിടെ ചോദിക്കാം. മടുത്തു. ഇനി ഇവൻ്റെ മേത്ത് ഈ സാധനം കയറ്റി വെക്കാം. നമുക്ക് ചാടി കളിക്കാമല്ലോ. റീലോഡൊന്നും ചെയ്തില്ല. അയ്യേ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളത്രേ ഉള്ളൂ. നമ്മളെ ട്രവലിൻ്റെ കളിയാണ്. നമുക്കിവിടെ ഫ്രീ ഫയറിൽ നിങ്ങൾക്കറിയാലോ ഗ്ലൂ വാൾ. ഇതുകൊണ്ട് നമുക്ക് ഗ്ലൂ വാൾ ഇടാൻ പറ്റും ഗൈസ്. റൈവൽസ് കളിക്കാത്തവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാ ഗ്ലൂ വാള്. അയ്യോ നൈസ്. ഇനി നമുക്ക് ഈ ഗ്ലൂ വാൾ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞോ. അത് പൊട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഗ്ലൂ വാള് കല്ലാക്കാം. അടിച്ചട്ടെ. കല്ലായി കണ്ട. കല്ലായി ഗ്ലൂ വാളൊക്കെ കല്ലായി. കല്ലവിടെ സീറോയായി. ഇനി നമുക്ക് ട്രവൽ വെച്ച് കൊല്ലണ്ട. ഇങ്ങനെ പൊയിന്നൊരു കളിക്കല്ലേ ഒന്നും. അയ്യോ തല വെട്ടാൻ മറന്നുപോയി. ഗ്ലൂ വാൾ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഓയ്യോ അമ്മച്ചേ. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഒന്നും നോക്കില്ല. ഒറ്റ ഹെഡടി അത്രേ ഉള്ളൂ. അടിയടാ ഉമ്മലേ. ഇനി ഇങ്ങോട്ട് കയറാം. എല്ലാം കഴിഞ്ഞു. ലെജൻഡറിയിലേക്ക് നമ്മുടെ പോക്ക്. ഒക്കെ നമ്മൾ ഷോട്ട് എടുത്തായിരുന്നോ? എടുത്തായിരുന്നല്ലേ. എനർജി റൈഫിൾ, എനർജി പിസ്റ്റള് കോമ്പിനേഷനായിരുന്നു പോയത്. ഇനി എന്താ ഉള്ളത്? വെടിക്കിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇല്ല നമ്മുടെ ലൈഫ് എവിടെ പോവാൻ. ലെറ്റ്സ് ഗോ. ഇത് എനർജി റൈഫിളിൻ്റെ ഉപയോഗം എന്നാന്ന് വെച്ചാൽ ഇതെന്താണ് ലെജൻഡറി ആയെന്ന്
നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഇവിടെ വെച്ച് പറഞ്ഞു തരാൻ പറ്റില്ല, ടോപ്പി വെച്ച് വരട്ടെ. മണ്ടക്കറിപ്പോടോ. ഇനി ഇങ്ങോട്ടേക്ക് കൂടി വെക്കും, അങ്ങോട്ടേക്ക് കൂടി വെച്ച് നോക്കിയേ. ഇപ്പം ഇങ്ങോട്ടാ. അത് അല്ല നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ ഒരു ലൈൻ പോകണം നിങ്ങളുണ്ടോ? എൻ്റെ മണ്ട കയറി ഇന്ന് റെഡി ആക്കണം. അതൊക്കെ മനസ്സിലാവും. ഓഷ് വാഷൻ അതിനത് ഒറ്റ ചേട്ടാ ഒരു തല പോയടാ. ഒക്കെ ഒന്നും നോക്കല്ലേ, നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കയറി ചാടാൻ പോവാണ്. എങ്ങനെ ചാടണേന്ന് പക്ഷെ എനിക്കറിയില്ല ഗൈസ്. ഇവിടെ ഒരു ജമ്പാട് കിടക്കുമ്പോൾ ചാടിയേക്കാം. അയ്യോ എൻ്റെ മണ്ടയിൽ ഇതൊക്കെ ഏറ്റവും മണ്ടയിൽ ചാടി. ഓക്കെ ഏകദേശം ഒക്കെ ഇവിടെ ലൈൻ പോണാണ്. കണ്ട ഒരു ലൈൻ പോണാണ്ടില്ല, ഒരു മിന്നൽ പോലെ. ഇവിടെ ചിലപ്പോൾ എക്സാം നോക്കായിരുന്നു. കണ്ട ലൈന് വേറെ ആളുടെ ശരീരത്തിലേക്ക് പോണതാണ്. ഇങ്ങനത്തെ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ പോകാൻ ചാൻസ് കുറവാണ്. ഓ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ പണിയാണ്. അതും ഇതുപോലെ തന്നെയാണ്. അതാകുമ്പോൾ നല്ല എളുപ്പമാണ് ക്യാരിങ്. ഇങ്ങനെ ഹെഡാ മറ്റേ നമ്മുടെ ഇതായത് ബ്ലോക്ക് ഫ്രൂട്ട്സാണ്. ഞാൻ അതൊക്കെ നിർത്തി അറിഞ്ഞൂടെ. നിർത്തിയില്ലാത്തോണ്ട് ഇതെന്താ ഇത് സാധനം ഇതൊക്കെ എന്ത് ചെയ്യാനാ? അപ്പം ഇത് കണ്ട ആള് ചാവണേ. ആളുടെ അറ്റാക്ക് കിട്ടിയതേ കണ്ട അവിടെ ഇരിക്കുന്ന ആള്. അയാൾക്ക് അറ്റാക്ക് കിട്ടി. അറ്റാക്ക് കിട്ടി. ആള് ചാലേ തറച്ചു. ഒരാൾ ചത്തു. എവിടുന്നാണ് ആൾക്കാർ. ഓക്കെ ഇനി നമ്മുടെ ഈ പണിയാണ് സ്ലിംഗ് ഷോട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഓൾറെഡി വെട്ടി. സോ നമ്മൾക്കെല്ലാം കഴിഞ്ഞ് കടന്നു. ഇനി നമ്മുടെ ഗ്രനേഡ് ലോഞ്ചറിൻ്റെ കളിയാണ്. കളികൾ വാട നല്ല മൂവ്മെൻറ്റ്. വാടങ്ങോട്ട് കയറി വാട. ഗ്രനേഡ് ലോഞ്ചറിൽ പ്രോയിൻ്റെയാണ് കളി. പക്ഷെ കയ്യിൽ ഗ്രനേഡ് ലോഞ്ചർ ഇല്ല കേട്ടോ, സ്വന്തമായിട്ടില്ല. ഇത് മറ്റേ എന്നാ പറയുക, മറ്റേ RPG തന്നെ. അതിൻ്റെ ഒരു ഹെഡിന് 100 മറ്റേ ബോഡി ഇതൊന്നും ചത്ത. ഒരു ഹെഡിന് 100 മറ്റേ ചത്ത. അവിടെ ഒരു ഹെഡിന് ചത്ത ആള്. ഇതെന്താ സ്നൈപ്പറാ? അവനെന്ത് ചെയ്യും? അപ്പുറത്തെ കാട്ടിപ്പോയ. ഒരു ഹെഡിന് അതെവിടെ നിന്നകത്ത്. ഞാൻ തന്നെ ഇട്ടാണ്. ഇനി നമ്മുടെ എക്സോ പണിയാണ്. ഇതിൻ്റെ സുഖം എനിക്ക് എന്താ പറയുക, പ്രത്യേകത ഒന്നും ഭയങ്കര ചാർജ് ഫുള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് പണിയാണ്? ഇനി നമുക്ക് വേറൊരു പണിയുണ്ട്. അത് ഇവൻ്റെ തലമുണ്ടൽ വേണം വെക്കാൻ. ഈ ചെക്കന് വെട്ടാനോ? അവന് ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അവൻ്റെ അമിട്ട് കുട്ടിയെന്ന് തോന്നുന്നു. ഒന്നുകൂടി വെക്കണം. മുട്ടിച്ച് ചേട്ടാ, നിനക്ക് എന്തിനുണ്ട് അവനെ കൊന്നിട്ട്? വല്ല പ്രയോജനമുണ്ടോ? ഒറ്റയടി ഇവന് ഫ്രണ്ടിലോട്ടൊക്കെ അങ്ങനെ കൊണ്ടുവരാം. ഫ്രണ്ടിൽ പോടാ. ഇല്ലാത്തതൊന്നുമില്ല. നമുക്കിങ്ങനെ കയറുമ്പോൾ നമ്മളിങ്ങനെ ആകാശത്ത് പറക്കും. മണ്ടയിൽ ഇങ്ങനത്തെ ട്യൂബിലൈറ്റുകൾ പോകുന്നതുകൊണ്ട് പൊട്ടിയാണ്. സോ ഇത് ചാടി ഓക്കെ പിടിച്ചനക്ക്. ഇനി എന്താണ് നമ്മുടെ അടുത്തത്? പെയിൻറ്റ് ബോൾ കണ്ടിടാം. എന്താണ് വാർപ്പർ. ഇത് നമ്മുടെ പിസ്റ്റൾ സെക്ഷനും മിലി സെക്ഷനും കഴിഞ്ഞു. ബോംബ് സെക്ഷനും അങ്ങനെ കഴിഞ്ഞു. പ്രൈമറി സെക്ഷൻ മാത്രമേ ഉള്ളൂ.
എടോ അത് നല്ലതാ. എടോ ഇതെന്താണ് കഷ്ടമായിട്ടുള്ളത്. ഒന്നുകൂടി വരട്ടെ. അയ്യോ ഇതല്ലല്ലോ എൻ്റെ പൊന്നി, ഇത് ഓട്ടോ ഷൂട്ടർ. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് ഒന്നും നോക്കല്ലോ, തലമണ്ടയ്ക്ക് നോക്കി ഇവിടെ ഇരിക്കുക. വലിയ വെടിയോ? ഒമ്പൻ വെടി വെക്കണം. എടാ എന്തടത്? ഇതിൻ്റെ അമൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? ആ പോർട്ടൽ ഉണ്ടാക്കണേൻ്റെ ഇത് ഇനി നമ്മുടെ ടെലിപ്പോർട്ടേഷൻ. ഇനി അത് നമുക്ക് അങ്ങോട്ടേക്ക് എടുത്ത് എറിഞ്ഞാലോ ആ പോർട്ടലിലേക്ക്? അയ്യോ ഇനി ഇത് റീലോടാൻ കുറേ നേരം എടുക്കും, അതുകൊണ്ട് സുഖമില്ല. ഓക്കെ, നമ്മുടെ അടുത്തതാണ് ഫ്ലെയിം ത്രോവർ അല്ല, മിനിഗൺ. മിനിഗൺ തന്നെയാണോ എടുത്തത്? അതെ. ഇത് മണിക്കന്തോ വാട വാട വാട്. നിനക്ക് എന്താണ്, നിനക്ക് കഴുപ്പ് തുടക്കം. നമുക്ക് വിദേശ യാത്രയിലേക്ക് പോകാം. അവൻ അറിഞ്ഞു വരാൻ പാടില്ല. ഇനിയാണ് നമ്മുടെ അടുത്ത ഗണ്ണാണ് ഫ്ലെയിം ത്രോവർ. ഒരു ഫ്ലെയർ ഗണ്ണും അതിലുണ്ട്. ഫ്ലെയർ ഗണ്ണും ഇതും. ഓ ഓക്കെ, മറ്റൊരു ട്രിക്കുണ്ട്. എന്നാണ്ട് എന്താ പറയുക, സ്മോക്ക് ഇങ്ങോട്ട് കളയാൻ വരുന്നുണ്ട് ഒരു പരിപാടി. സ്മോക്ക് ഗ്രനേഡ്. ആ സാധനത്തിന് സ്മോക്ക് കളയാൻ പറ്റുമെന്നാണ് പറയണത്. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. കളഞ്ഞൂലോ. അമ്പടാ, കണ്ടുപിടിച്ചാണ് എപ്പോഴത്തേക്ക് പുതിരക്കിട്ടടിക്കണം. അങ്ങനെയാണെങ്കിൽ വല്ല സ്മോക്ക് ഇട്ട് കഴിഞ്ഞാലേ അയ്യോ. അല്ല, അപ്പോൾ നമുക്ക് ഇവനെ പോർട്ടലിലേക്ക് ഇടാൻ പറ്റില്ല. അത് നല്ല കാര്യം കേട്ടോ. നമുക്ക് മാത്രം അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോയാലോ. എനിക്കിപ്പോൾ മനസ്സിലായി ഇങ്ങോട്ടേക്ക് ഓക്കെ. നമ്മൾ ഈ സംഭവം ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കും. അതെങ്ങനെ ഉണ്ടാകുന്ന ഐഡിയ അത് കൊള്ളാം. നമുക്ക് ഇങ്ങോട്ടേക്ക് പതി പോയാലോ. അത് നല്ല രസമുണ്ടേ. നമുക്കിപ്പോൾ രസം സാമ്പാറാക്കേണ്ടി വരും സമയമായി. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഓടിക്കൊടുക്കണൊരു പൈതൽ പിറന്നതോ അല്ലേ. അയ്യോ, ഞാനാണ് ഈ മറ്റേ സാധനം അർത്ഥം പറ്റടി. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് ഗോ. നമ്മുടെ ലെജൻഡറി എല്ലാം കഴിഞ്ഞാന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡിസ്ട്രക്ചറിലേക്ക് പോകും. ഇനിയെല്ലാം ന്യൂ വെപ്പൺസ്. ഓക്കെ, ഈ സാധനം എന്ന് പറയുമ്പോൾ മുന്നോട്ട് എണ്ണടയത് അതിന് 2 അടിക്കെത്താം. ഇത് പിടിക്കുക 2 പക്ഷി. സോറി 2 പിടിക്കുക 1 പക്ഷി. നമുക്ക് നമുക്കങ്ങ് പറക്കാം. ഇത് പറക്കും തളിക. അവിടെ ഇരുന്ന നമ്മളാ. ഇത് പറക്കും തളിക. ഇത് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒരു സാധനം വിടാം. അതാണ് പോർട്ടൽ വിടൽ. ഓക്കെ, അത്രയുള്ള പണി. ഇനി നമുക്ക് ലാസ്റ്റ് വെപ്പൺ എന്നാണ് അസാൾട്ട് റൈഫിളിനൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്നാണ് ആർക്കറിയാം. അസാൾട്ട് റൈഫിൾ തന്നെ എന്തെങ്കിലും ഉപയോഗം? അതല്ലേ മോനെ ഉപയോഗം.
എന്താ എൻ്റെ പേര്? നമ്മുടെ മാക്സിമം മാർക്ക് എത്ര അറിയാമോ? അറിയാമോ ചേട്ടാ? ഓക്കെ ഗൈസ്, നമുക്ക് ನೋಡಿ ഓയ് ഓ ഇത് മറ്റേ ഫ്രീസറേ. അവനത് പൊട്ടിച്ച നിനക്ക് പൊട്ടിക്കാൻ എത്രയ്ക്ക് തരിക? രാമിട്ട് പൊട്ടിക്കാം. ഓയ് no, leave. Yes. ഓ ഇതിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ കുറേ നേരമായിരുന്നു തോന്നണം അത്രയും. ഓ എന്താ പൊന്നെ, അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നാൽ ശരി കേട്ടോ, നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ബൈ.